ഹലോ വെൽക്കം ടു ദി ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ 7 മുതൽ 11 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. കച്ചവടത്തിനായി എത്തിച്ചേർന്ന വിദേശികൾ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ച് സമസ്ത മേഖലകളിലും മേൽക്കോയ്മ നേടിയെടുത്തു. വൈദേശിക ശക്തികളുടെ ചൂഷണവും അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളും പോരാട്ടങ്ങളുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപാരം നടത്തുന്നതിനായിട്ട് ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല വ്യാപാര ശ്രമങ്ങളുടെ വിവരണമാണ് പാഠഭാഗത്തിൻ്റെ ആദ്യത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത്. So today in this video we are going to learn about the circumstances that led to the discovery of the sea route, the arrival of the Europeans, Vasco da Gama, and the influence exerted by the Portuguese. So let's move on to the video. First question, who were the first Europeans to reach India by sea? സമുദ്രമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരായിരുന്നു? ആൻസർ, the Portuguese. Next question, who was the first Portuguese to reach India by sea? സമുദ്രമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ ആരായിരുന്നു? ആൻസർ, വാസ്കോ ഡ ഗാമ. Third question, what are the circumstances that led to the discovery of an eastward sea route from Europe? യൂറോപ്പിൽ നിന്ന് കിഴക്കോട്ടുള്ള കടൽപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ യൂറോപ്യൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ്. യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും നടത്തിയ സാങ്കേതിക പുരോഗതി. നെക്സ്റ്റ് വൺ, ഗ്രോത്ത് ഇൻ നോളേജ് അബൌട്ട് ജോഗ്രഫി. ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവിലെ വളർച്ച. നെക്സ്റ്റ് പോയിന്റ്, അഡ്വാൻസസ് മെയ്ഡ് ഇൻ കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിംഗ്. കോമ്പസിലും ഭൂപട നിർമ്മാണത്തിലും ഉണ്ടായ പുരോഗതി. നെക്സ്റ്റ് പോയിന്റ്, ട്രാവൽ റൈറ്റിംഗ്സ് ബൈ വോയേജേഴ്സ് പ്രൊവൈഡഡ് നോളേജ് അബൌട്ട് ന്യൂ ടെറിട്ടറീസ് ആൻഡ് ദെയർ വെൽത്ത്. സഞ്ചാരികളുടെ യാത്രാ രചനകൾ പുതിയ പ്രദേശങ്ങളെയും അവയുടെ സമ്പത്തിനെയും കുറിച്ചുള്ള അറിവ് നൽകി. നെക്സ്റ്റ് പോയിന്റ്, ദ കൊമേഴ്സ്യൽ മാർക്കറ്റ് ഫോർ ഏഷ്യൻ പ്രൊഡക്ട്സ് ലൈക്ക് പെപ്പർ ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ കുരുമുളക് പോലുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങളുടെ വാണിജ്യ വിപണി. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ ടർക്സ്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. നെക്സ്റ്റ് വൺ, which was the main center that stands as a link for the land trade relations between Europe and Asia? യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള കരവ്യാപാര ബന്ധങ്ങളുടെ കണ്ണിയായി നിലകൊണ്ട പ്രധാന കേന്ദ്രം ഏതാണ്? ആൻസർ, കോൺസ്റ്റാന്റിനോപ്പിൾ. നെക്സ്റ്റ് വൺ, വിച്ച് വാസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് വാസ്കോ ഡ ഗാമാസ് വോയേജ്? വാസ്കോ ഡ ഗാമയുടെ യാത്രയുടെ ആരംഭസ്ഥാനം എവിടെയായിരുന്നു? ആൻസർ, ലിസ്ബൺ ഇൻ പോർച്ചുഗൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പ്ലേസ് വേർ വാസ്കോ ഡ ഗാമ അറൈവ്ഡ്. വാസ്കോ ഡ ഗാമ എത്തിയ സ്ഥലം ഏതാണ്? ആൻസർ, കാപ്പാട് നിയർ കോഴിക്കോട്. നെക്സ്റ്റ് വൺ, വിച്ച് വേർ ദ ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെൻറ്റ്സ് വാസ്കോ ഡ ഗാമ ട്രാവേഴ്സ്ഡ്. അതായത് വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച സമുദ്രങ്ങളും ഭൂഖണ്ഡങ്ങളും ഏതൊക്കെയായിരുന്നു? ആൻസർ, ഓഷ്യൻസ്, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ. കോണ്ടിനെൻറ്റ്സ്, യൂറോപ്പ്, ആഫ്രിക്ക ആൻഡ് ഏഷ്യ. നെക്സ്റ്റ് വൺ, വെൻ ഡിഡ് വാസ്കോ ഡ ഗാമ അറൈവ് ഇൻ കോഴിക്കോട്? വാസ്കോ ഡ ഗാമ കോഴിക്കോട് എത്തിയത് എപ്പോഴാണ്? ആൻസർ, ഇൻ 1498. നെക്സ്റ്റ് വൺ, വാട്ട് ലെഡ് ടു ദ കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദ സാമൂരിൻ ആൻഡ് ദ പോർച്ചുഗീസ്. സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമായത് എന്താണ്? ആൻസർ, ദ സാമൂരിൻ ഡിഡ് നോട്ട് ഗീവ് ദ പോർച്ചുഗീസ് എ മോണോപ്പൊളി ഇൻ ട്രേഡ്. ദിസ് ലെഡ് ടു കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദ സാമൂരിൻ ആൻഡ് ദ പോർച്ചുഗീസ്. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാരത്തിൽ കുത്തക നൽകിയില്ല. ഇത് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ വാട്ട് നെയിം വേർ ദ നേവൽ ചീഫ്സ് ഓഫ് ദ സാമൂരിൻ നോൺ. സാമൂതിരിയുടെ നാവിക മേധാവികൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ആൻസർ, കുഞ്ഞാലി മരക്കാർ. നെക്സ്റ്റ് വൺ, ലിസ്റ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് പോർച്ചുഗീസ് കോണ്ടാക്ട് ഇൻ ഇന്ത്യ ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ്. ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ പോർച്ചുഗീസ് സമ്പർക്കത്തിൻ്റെ സ്വാധീനം പട്ടികപ്പെടുത്തുക എന്നതാണ് ചോദ്യം. ഈ ചോദ്യം പേജ് നമ്പർ 11 ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ട്. അതിൻ്റെ ആൻസർ ടേബിളായിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാം. ഞാനിപ്പോൾ ലിസ്റ്റ് ചെയ്ത് എഴുതുകയാണ് ചെയ്തിരിക്കുന്നത്. ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പൊളിറ്റിക്കൽ ഫീൽഡ്, രാഷ്ട്രീയ മേഖല. അതിൽ വരുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ, ദാറ്റ് മീൻസ് ഫോർട്ട് മാനുവൽ, വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ ഫോർട്ട് മാനുവൽ കൊച്ചിയിലാണ് സ്ഥാപിതമായത്. ഇനി അതിൽ വരുന്ന അടുത്ത പോയിന്റ്, ദ റീജിയൻസ് ഓഫ് കൊച്ചി, ഗോവ ആൻഡ് ദമാൻ ആൻഡ് ദിയു കെയിം അണ്ടർ ദ റൂൾ ഓഫ് ദ പോർച്ചുഗീസ്. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസുകാരുടെ ഭരണത്തിന് കീഴിലായി.
നെക്സ്റ്റ് പോയിന്റ്, ട്രെയിനിങ് വാസ് ഗിവൺ ഇൻ വാർ ടാക്ടിക്സ് ആൻഡ് യൂറോപ്യൻ വെപ്പൺസ്. യുദ്ധതന്ത്രങ്ങളിലും യൂറോപ്യൻ ആയുധങ്ങളിലും പരിശീലനം നൽകി. അടുത്തത് അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖല. അതിൽ വരുന്ന പോയിന്റ്, കാഷ്യൂ ട്രീ, ദാറ്റ് മീൻസ് പറങ്കിമാവ്, പപ്പായ, ഗുവാവ, പേരക്ക ആൻഡ് പൈനാപ്പിൾ വർ ഇൻട്രൊഡ്യൂസ്ഡ്. കശുമാവ് അതായത് പറങ്കിമാവ്, പപ്പായ, പേരക്ക, പൈനാപ്പിൾ എന്നിവ പരിചയപ്പെടുത്തിയത്. അടുത്തത് നോളജ് സെക്ടർ, വിജ്ഞാന മേഖല. അതിൽ വരുന്ന പോയിന്റ്, പ്രിൻറ്റിംഗ് ടെക്നോളജി വാസ് പോപ്പുലറൈസ്ഡ്. അച്ചടി സാങ്കേതിക വിദ്യ ജനപ്രിയമാക്കി. നെക്സ്റ്റ് വൺ, ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് വർ സ്റ്റാർട്ടഡ്. ക്രിസ്ത്യൻ മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ലാസ്റ്റ് വൺ, കൾച്ചറൽ സെക്ടർ, അതായത് സാംസ്കാരിക മേഖല. അതിൽ വരുന്നത്, ആർട്ട് ഫോംസ് സച്ച് ആസ് ചവിട്ടുനാടകം ആൻഡ് മാർഗംകളി വർ പോപ്പുലറൈസ്ഡ്. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ ജനപ്രിയമാക്കി. ദെൻ നെക്സ്റ്റ് വൺ, യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ വാസ് സ്റ്റാർട്ടഡ്. യൂറോപ്യൻ രീതിയിലുള്ള നിർമ്മാണം ആരംഭിച്ചു. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. ഇനി അടുത്ത ഭാഗങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.